നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിയേർഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ചു നോക്കാൻ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് സ്ലേറ്റ് പെൻസിൽ, ചോക്ക്, മണ്ണ്. ഇത് ഒരു പ്രാവശ്യം കഴിച്ചു നോക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു വിയേർഡ് ഹാബിറ്റ് അല്ല, ഇതൊരു കണ്ടീഷനാണ്. ഇറ്റ്സ് കോൾഡ് പൈക്ക. പൈക്ക എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. നമ്മളുടെ ബോഡി നോൺ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ക്രേവിങ്സ് കാണിക്കും. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ, ചിൽഡ്രൻ ബിലോ 6 years, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരിൽ, ഓട്ടിസം സ്പെക്ട്രം ഉള്ള ആൾക്കാരിലൊക്കെയാണ്. ഇത് ഹാംഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ദേ കൺസ്യൂം. അതായത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ചിലപ്പം ഐസൊക്കെ കഴിക്കാൻ ക്രേവിങ്സ് വരും. ഇത് ആക്ച്വലി ഹാംഫുൾ അല്ല. ബട്ട് നേരെ മറിച്ച് ഇവർക്ക് ഹെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൺസ്യൂം ചെയ്യാൻ തോന്നുന്നെങ്കിൽ അത് അവരുടെ ഡൈജസ്റ്റീവ് ട്രാക്കിൽ സ്റ്റക്ക് ആവാനും ബ്ലോക്കേജ് ഉണ്ടാക്കാനും ഒക്കെ കാരണമാവും. അവർ മണ്ണാണ് കൺസ്യൂം ചെയ്യുന്നെങ്കിൽ അതിലത്തെ പാരസൈറ്റ്സ് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും കാരണമായേക്കും. ഇത് വരാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള അയൺ ആൻഡ് സിങ്ക് ഡെഫിഷ്യൻസി കാരണമാണ്. സ്ട്രെസ്, ട്രോമ, ഇതുകൊണ്ടൊക്കെ ഇത് വരാം. സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ടാകുക നമ്മളുടെ ബോഡിയിലത്തെ ന്യൂട്രിയൻസിൻ്റെ ലെവല് ബാലൻസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തെറാപ്പി കൂടി ആയാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും.